ഹെയർ കെയർ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ, നിങ്ങളെല്ലാവരും നിർബന്ധമായും നിങ്ങളുടെ മുടിയിൽ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് തന്നെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. കാരണം എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ് വെറും ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും വളരെ സിമ്പിളായിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള വെറും ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ നമ്മൾ ചെയ്യണത്. ഈ ഒരു ഹെയർ കെയർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അമ്മേ, നമ്മുടെ മുടി ഇങ്ങനെ പഞ്ഞിമിഠായി പോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് മാറും എന്നുള്ളതാണ്. നിങ്ങളുടെ മുടിയിലെ സ്പ്ലിറ്റൻസ്, ഡ്രൈനസ്, മുടി പൊട്ടിപ്പോവുക, മുടി വളരണില്ല, മുടിക്കുള്ളില്ല എന്നിങ്ങനെ തുടങ്ങി നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ തന്നെയാണ്. ഞാൻ മുടിയില്ലാതിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതും എനിക്ക് 200% റിസൾട്ട് തന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. ഞാനത് എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ ഉലുവ മാത്രമാണ്. ഉലുവ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ജെല്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ എത്ര പറയണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊന്നു മാത്രം അറിയാം, ഞാൻ യൂസ് ചെയ്തതിലേ വെച്ച് ദി ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള, എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഉലുവ തന്നെയാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, ഉലുവയ്ക്ക് അത്രമാത്രം ബെനിഫിറ്റ്സ് നമ്മുടെ മുടിയിൽ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇന്ന് വേണ്ടത് ഉലുവയല്ല, ഉലുവയുടെ പൊടിയാണ്. അപ്പോൾ ഉലുവയുടെ പൊടി നമുക്ക് ആർക്കും ഉണ്ടാവില്ല, എൻ്റെ കയ്യിലും ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇതേപോലെ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലോട്ട് ഇത് മാറ്റുക കേട്ടോ. അപ്പം ഞാനിന്ന് ഒരു 5-6 ടേബിൾ സ്പൂണോളം ഉലുവ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് ഈ ഒരു പൊടിയിലോട്ട് നമ്മൾ ഒരു 2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് നേരെ അടുപ്പത്ത് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഒരു 10-15 മിനിറ്റോളം ഇത് നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ ഇതൊരിക്കലും വേവിച്ചെടുക്കരുത്. നമ്മൾ ഉലുവയുടെ ജെല്ല് സെപ്പറേറ്റ് ചെയ്യാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമ്മൾ അടുപ്പത്ത് വെച്ച് തിളച്ച് വരുന്ന ആ ഒരു സമയം തന്നെ നമ്മുടെ ഉലുവ നമ്മൾ ചേർത്ത് കൊടുത്തത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള ഉലുവയുടെ പൊടിയാണ്. പക്ഷേ ഇത് വെന്ത് വരുമ്പോഴേക്കും പെരുകി അങ്ങോട്ട് വരും കേട്ടോ. നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിടുന്ന അതേ ഒരു അവസ്ഥയാണ്. വെന്ത് വരുന്ന ആ ഒരു സമയം തന്നെ ചട്ടി നിറച്ചും ചോറായിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉലുവയും കേട്ടോ. ഫുള്ളായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ നേരം ഒരുപാട് തിക്കായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അവസാനം വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അളവ്, വെള്ളത്തിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല, അതൊക്കെ നമ്മുടെ ഒരു മനക്കണക്കാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഉലുവ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ പശമാതിരി ഒട്ടാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. ചൂടോടുക്കനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചൂടാറിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു പോളിസ്റ്ററിൻ്റെ നമ്മുടെ പഴയ ഷോൾ ഉണ്ടല്ലോ, അത് വെച്ച് ഇത് നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കുക, പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഉലുവയുടെ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് നല്ല കുഴമ്പായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് എത്ര സൂപ്പറായിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇത് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 2 to 3 വീക്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഇത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീമി പേസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ജെല്ലുണ്ടല്ലോ, ഈ കാണാൻ എങ്ങനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കുന്നുവോ അതേ ഒരു റിസൾട്ടാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും കിട്ടണത് എന്നുള്ളതാണ്. നല്ലപോലെ മുടി വളരാനും മുടിയുടെ തിക്നെസ് കൂടാനും നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് മാറാനും മുടിയിലെ ഡ്രൈനസ്, മുടി പൊട്ടിപ്പോവുക, മുടിയിൽ സ്പ്ലിറ്റൻസ് വരിക, മുടി മൊത്തത്തിൽ അങ്ങോട്ട് ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ഒരു തവണ ഈ ഒരു ഹെയർ ജെല്ല് നിങ്ങളുടെ സ്കാൽപ്പിലും നിങ്ങളുടെ മുടിയിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം നിങ്ങൾ മുടി കഴുകിയെടുത്താലുണ്ടല്ലോ ടോട്ടലി വെറും ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുടിയെ മാജിക് പോലെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള
ഒരു ഹെയർ കെയർ ആണ് കേട്ടോ ഇത്. ഞാനിത് വെറുതെ പറയണതല്ല. എൻ്റെ അമ്മേ, എനിക്കിത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും? നിങ്ങൾ ഇതെങ്ങനെ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ നിർബന്ധമായും ചെയ്ത് നോക്കണം എന്നാണ് എനിക്കുള്ളത്. പക്ഷെ അത് എത്രമാത്രം എനിക്ക് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും എന്നുള്ളത് അറിയണില്ല. അത്രമാത്രം റിസൾട്ടാണ്. ഇങ്ങനെ മാത്രമേ എനിക്ക് പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മൾ കെമിക്കലായിട്ട് ഒരു ശതമാനം പോലും ഇതിൽ ചേർത്തിട്ടില്ല. ഫുള്ളും നേച്ചുറലാണ്. അപ്പം നേച്ചുറലായിട്ടുള്ളത് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദോഷം വരില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 തവണ വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ ഒരൊറ്റ തവണ, ആഴ്ചയിൽ 1 തവണ മാത്രം നിങ്ങളുടെ മുടിയിലിട്ട് കഴുകിയെടുത്താൽ പിന്നെ 1 വീക്ക് വരെ നിങ്ങളുടെ മുടിയിൽ ഈ ഒരു ഷൈനിങ്ങും ആ ഒരു പളപളപ്പും പോവില്ല എന്നുള്ളതാണ്. അത്രമാത്രം റിസൾട്ട് ഈ ഒരു ഹെയർ കെയറിന് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പാക്കൊക്കെ ഇട്ട് മുടി കഴുകിയിട്ടുള്ള 2ാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും മുടിയിൽ ആ ഒരു ഷൈനിങ്ങും ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു സോഫ്റ്റ്നെസ്സും മുടിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ഒരു ജെല്ല് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടിയെ ടോട്ടലി മാറ്റാൻ ഇത് 200% സഹായിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് ഗൈസ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും തന്നെ പറയാനില്ല. മുടിക്ക് നല്ലൊരു വ്യത്യാസം വരണം, മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടണം, മുടി നന്നായിട്ട് വളരണം, മുടിക്ക് ഉള്ളു വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ വീക്ക്ലി വൺസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ. വെറും 1 തവണ ട്രൈ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.